നമസ്കാരം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരും തീവ്രവാദ സംഘടനകളും ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം. മറ്റൊന്നുകൊണ്ടുമല്ല, കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഒരു ഉത്തരവ്, നാളെ വിജയദശമി ദിവസം എല്ലാ അധ്യാപകരും, പ്രത്യേകിച്ചും പ്രധാന അധ്യാപകർ സ്കൂളിലെത്തണം, മുഖ്യമന്ത്രിയുടെ സന്ദേശം മുഴുവൻ കുട്ടികൾക്ക് നേരിട്ട് കൊടുക്കണം, അത് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വിദ്യാരംഭവുമായി ബന്ധപ്പെട്ട് നാളെ മിക്കവാറും വിദ്യാരംഭത്തിൽ എന്ന സംസ്കാരത്തോട് യോജിപ്പുള്ള എല്ലാ ആൾക്കാരും, ഹിന്ദുക്കൾ മാത്രമല്ല ക്രിസ്ത്യാനികൾ ആയിട്ടുള്ളവരടക്കം, ചിലപ്പോൾ മുസ്ലിങ്ങളുണ്ടോ എന്നറിയില്ല, അവരെ അതിനനുവദിച്ചിട്ടുണ്ടോ എന്നറിയില്ല, വിദ്യാരംഭം ഒരു സംസ്കാരമാണെന്ന് കണക്കാക്കുന്ന മുഴുവൻ ആൾക്കാരും അവരുടെ കുട്ടികളുമായി നാളെ പൂജയെടുപ്പും വിദ്യാരംഭവും ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരു ആധ്യാത്മിക തലത്തിൽ ജീവിക്കുന്ന ദിവസമാണ് നാളെ. ആ ദിവസം കുട്ടികൾ മുഴുവൻ സ്കൂളിലെത്തണമെന്നോ അധ്യാപകർ സ്കൂളിലെത്തണമെന്നോ ഈ മുഖ്യമന്ത്രിയുടെ ഈ സന്ദേശം മറ്റന്നാൾ കൊടുത്താൽ എന്തായിരുന്നു കുഴപ്പം? അത് ഗാന്ധി ജയന്തിയുടെ പേരിലാണ് പിണറായി വിജയൻ. അപ്പോൾ അതിലൊരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ഒരു രാഷ്ട്രീയമുണ്ടല്ലോ. കോൺഗ്രസ്സുകാരുടെ വായ അടപ്പിക്കാൻ അതുകൊണ്ട് കഴിയും എന്നുള്ള നിലക്കായിരിക്കാം അദ്ദേഹം ആ തട്ടിപ്പ് ഉപയോഗിച്ചത്. ഏതായാലും വിജയദശമി ദിവസം രക്ഷകർത്താക്കളും കുട്ടികളും ഒന്നും പൂജയെടുപ്പിനും വിദ്യാരംഭത്തിനും പോകരുത് എന്നും, പോയാൽ അവർ നടപടികൾക്ക് വിധേയമാകേണ്ടി വരും എന്നും ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് ഈ ഉത്തരവിറക്കിയിരിക്കുന്നത്. അപ്പോൾ അത് വിദ്യാരംഭം മാത്രമല്ലല്ലോ, അത്തരം പല കാര്യങ്ങളെയും തടയുവാൻ, അതിൻ്റെ പവിത്രതയെ തടയുവാൻ, അതുമായി ബന്ധപ്പെട്ട സാംസ്കാരികമായ കാര്യങ്ങളെ ഇല്ലാതെയാക്കുവാൻ ഒക്കെയുള്ള ഒരു ശ്രമമായിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ പോലീസിൽ ഒക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില നടപടികളും കാര്യങ്ങളും ഒക്കെ അങ്ങനെയാണ്. മുൻപ് സർക്കാർ സ്ഥാപനങ്ങളിൽ അടക്കം ഈ പൂജവെപ്പും പൂജയെടുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു സാംസ്കാരിക, ഈ നാടിന്റെ ഒരു സാംസ്കാരിക തനിമയും സാംസ്കാരികമായ ഒരു പിന്തുടർച്ചയും എന്നുള്ള നിലയ്ക്കാണ്. അത് മതപരമായി കണ്ടിരുന്നല്ല. വർക്ക്ഷോപ്പുകളും മറ്റ് സായുധ സേനാ വിഭാഗങ്ങൾ, അവരുടെ തോക്കും ആയുധങ്ങളും ഒക്കെ അത് ഹിന്ദുക്കൾ എന്ന് മാത്രമുള്ളവരായിരുന്നില്ല, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടക്കമുള്ള സർവ്വ ആൾക്കാരും അത്തരം സ്ഥാപനങ്ങളിൽ പൂജ വയ്ക്കുകയും പൂജ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു നാടിന്റെ സംസ്കാരത്തിന്റെ പിന്തുടർച്ച എന്നുള്ള നിലയ്ക്കാണ്. അതിനെ മുഴുവൻ ഇപ്പൊ വർഗീയമായി കമ്മ്യൂണിസ്റ്റുകാർ അവതരിപ്പിച്ച് അത് RSSന്റെ മാത്രം ഒരു കാര്യമാണ് അതെന്നുള്ള നിലയിലേക്ക് നുണ പറഞ്ഞ് പ്രചരിപ്പിച്ച് തങ്ങൾ പിന്തുടർന്നു വന്ന, തലമുറകളായി പിന്തുടർന്നു വന്ന സംസ്കാരത്തിൽ നിന്ന് സാമാന്യ ജനങ്ങളെ അകറ്റി നിർത്തി മതപരമായി വിഭജിച്ച് സംഘർഷം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും ഈ വിജയദശമി എന്നുള്ളതിനെ തകർക്കുക എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെയും ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ദിവസം തന്നെ, അല്ലെങ്കിൽ ഇത് മുന്നേ, ഇപ്പം ഗാന്ധി ജയന്തിയുടെ സന്ദേശമാണെങ്കിൽ അത് വിജയദശമിക്ക് കൊടുക്കണമെന്ന് അതിന് മുന്നേ കൊടുക്കാമല്ലോ. കുട്ടികൾ ഇത് വായിക്കണം എന്നാണെങ്കിൽ എല്ലാ കുട്ടികളും 2-ാം തീയതി ഗാന്ധി ജയന്തിയുടെ അന്ന് ഇത് വായിക്കണം. വിദ്യാരംഭത്തിന് ശേഷം, പൂജയെടുപ്പിന് ശേഷം എല്ലാ കുട്ടികളും വായിക്കണം, അത് സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കാവുന്ന ഒരു കാര്യം അത് പോരാ എന്നുള്ള നിലയിൽ വിദ്യാരംഭത്തിന് പോകരുത്, ക്ഷേത്രങ്ങളിൽ പോകരുത്, അല്ലെങ്കിൽ വിദ്യാരംഭം നടത്തുന്ന സാംസ്കാരിക കേന്ദ്രങ്ങളിൽ പോകരുത് എന്നുള്ള ഒരു ഇൻഡയറക്റ്റായ കൽപ്പനയാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിൻ്റെത്. അവർ ഓരോന്നും ഇങ്ങനെ ഭാരതീയ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട ഓരോ ചടങ്ങുകളും ഓരോ ആചാരങ്ങളും സാംസ്കാരികമായ ഒരു പിന്തുടർച്ചയുടെ ഓരോരോ കാര്യങ്ങളെയും ഇങ്ങനെ മുറിച്ചു മാറ്റി അവസാനം പൂർണ്ണമായും ശൂന്യമാക്കി തീർക്കുക എന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഗൂഢാലോചന എന്ന് പറഞ്ഞത് ഇത് മാത്രമല്ല, നാളെ തന്നെയാണ്, മാറ്റിയോ എന്നറിയില്ല, തീവ്രവാദ സംഘടനകളും ചില മതമൗലികവാദ സംഘടനകളും എല്ലാം കൂടി ചേർന്നിട്ട് അവരുടെ ഒരു പ്രതിഷേധ ദിനമായി, ഹർത്താലായിട്ട്, അഖിലേന്ത്യാ ഹർത്താൽ എന്നുള്ള നിലയ്ക്ക് തീരുമാനിച്ചിരിക്കുന്നു വഖഫ് ബോർഡിന്റെ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഈ വിജയദശമി ദിവസം നടത്താൻ കാരണം എന്തായിരിക്കും? മതമൗലികവാദികൾ ഒക്കെ എപ്പോഴും 100 തവണ 1000 തവണ ആവർത്തിച്ച് പറയുന്നത് ഇന്നും കൂടി ഒരു ചാനലിൽ കേട്ടു. ഞങ്ങളുടെയൊക്കെ സാധാരണ നാട്ടിൻപുറത്തെ അമ്മമാര് ബാങ്ക് വിളി കേട്ടോ മോനെ സന്ധ്യവിളക്ക് കത്തിക്കാൻ എന്ന് ചോദിക്കുന്ന അമ്മമാർ ഈ നാട്ടിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആരെയാണ് പറ്റിക്കുന്നത്?
അങ്ങനെ ഉള്ള അമ്മമാരെ ഇല്ലാതെയാക്കാൻ, നൃത്തം പഠിക്കാൻ പോയ കുട്ടികളെ വിലക്കുകയും ഊരുവിലക്കുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്ത പാരമ്പര്യത്തിന്റെ വക്താക്കളാണ് പറയുന്നത്. അത്തരമൊരു മതസൗഹാർദ്ദമുണ്ടെങ്കിൽ വിദ്യാരംഭത്തിന്റെ അന്ന്, വിജയദശമിയുടെ അന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ? തന്നെയല്ല, അന്ന് അവധി ദിവസവും കൂടിയാണ്. പ്രതിഷേധങ്ങളോ ഹർത്താലുകളോ നടത്തുന്നത് പ്രവൃത്തി ദിവസമായിരിക്കുമല്ലോ. എന്തിനാണ് ഈ അവധി ദിവസം വയ്ക്കാൻ കാര്യം? വിജയദശമിയുടെ ദിവസം വയ്ക്കാൻ കാര്യം? ഇപ്പം വിജയദശമി എന്നുള്ള അതിൽ ചില മുസ്ലിങ്ങളും പോവാറുണ്ട്. ഇപ്പം പല കലയും സംഗീതവും സാഹിത്യവും അല്ലെങ്കിൽ പുതിയ അക്ഷരാഭ്യാസവും ഒക്കെ തുടങ്ങാൻ പോകുന്ന ആൾക്കാരിൽ അപൂർവമാണെങ്കിലും ഈ നാടിന്റെ പാരമ്പര്യത്തോടും സംസ്കാരത്തോടും ആഭിമുഖ്യമുള്ള മുസ്ലിങ്ങളടക്കം വിദ്യാരംഭത്തിന് അല്ലെങ്കിൽ ആരംഭത്തിന് കൊണ്ടുപോകാറുണ്ട്, ദക്ഷിണ വയ്ക്കാറുണ്ട് ഗുരുക്കന്മാർക്ക്. ക്രിസ്ത്യാനികൾ ധാരാളമായിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഈ നാടിന്റെ ഒരു സാംസ്കാരികമായ പൈതൃകത്തെ വേരോടെ പിഴുതുകളയാനുള്ള ഒരു കൂട്ടുകെട്ടിന്റെയും അജണ്ടയുടെയും ഭാഗമല്ലേ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ വിജയദശമി വിരുദ്ധ പ്രഖ്യാപനവും തീവ്രവാദി മതമൗലികവാദി സംഘടനകളുടെ ഹർത്താൽ ആഹ്വാനവും എന്ന് സംശയം? ഇത് രണ്ടും ഒരേ ദിവസം രണ്ടു കൂട്ടം വേറെ വേറെ പ്രഖ്യാപിക്കുകയാണ്. അവർ പരസ്പരം ധാരണയോടെ അല്ലെങ്കിൽ വിജയദശമി ദിവസം തെരഞ്ഞെടുക്കാൻ കാരണം എന്താണ് എന്ന് അവർ രണ്ടുപേരും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇത്രയും പാവനമായ മുഴുവൻ ഭാരതവും എത്രയോ ആയിരം കൊല്ലമായി ആരാധിച്ചു വരുന്ന, ആചരിച്ചു വരുന്ന മഹത്തായ ഒരു വിദ്യാഭ്യാസ പാരമ്പര്യത്തെ, ഒരു ആധ്യാത്മിക പാരമ്പര്യത്തെ ഉന്മൂലനം ചെയ്യുവാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരും ജിഹാദി സംഘടനകളും കൂടി ചേർന്ന് തീരുമാനിച്ചത് എന്തിനാണ്? അവരെന്നിട്ട് പുറത്തിറങ്ങി കവലയോഗങ്ങളിലും പ്രസ്താവനകളിലും ചാനലുകളിലും ഇരുന്ന് മതസൗഹാർദ്ദത്തെക്കുറിച്ചും ഈ നാടിന്റെ പൈതൃകത്തെക്കുറിച്ചുള്ള അഭിമാനത്തെക്കുറിച്ചും ഒക്കെ ഘോരഘോരം പ്രസംഗിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഈ ഗൂഢാലോചന, എന്നിട്ട് മാത്രമല്ല ഇന്നലെ മുഖ്യമന്ത്രി മറ്റൊരു പ്രസ്താവന കൂടെ നടത്തിയിട്ടുണ്ട്. വർഗീയത വളരാനുള്ള അല്ലെങ്കിൽ അതിനുള്ള ജാഗ്രത പാലിക്കണം, വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഉണ്ടാക്കാനുള്ള പദ്ധതി അവർ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ജാഗ്രത പാലിക്കണം എന്ന് വെച്ചാൽ അവർ തന്നെ സംഘർഷം ഉണ്ടാക്കാനുള്ള, തന്നെയല്ല നാളെ വിജയദശമി ദിവസമാണ് RSS ഉണ്ടായതിന്റെ 100-ാം വർഷം എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ, ഭാരതത്തിൽ മുഴുവൻ നാളെ വിജയദശമി പരിപാടി, റൂട്ട് മാർച്ചും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതിനെ തടയുക എന്ന ഉദ്ദേശം പിണറായി വിജയനും ജിഹാദി ഗ്രൂപ്പുകൾക്കും ഉണ്ടോ? ഈ പ്രഖ്യാപനവും ഈ പ്രസ്താവനയും അതുകൊണ്ട് ഈ ഗൂഢാലോചനയെക്കുറിച്ച് പറയാനുള്ളത് ഈ നാട്ടിലെ സർവ്വജനങ്ങളോടും, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അല്ലാത്ത എല്ലാ ആൾക്കാരോടും, അവരേത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളതാണെങ്കിലും ജനങ്ങൾ ഒരു ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ജിഹാദി ഗ്രൂപ്പുകളും കമ്മ്യൂണിസ്റ്റുകാരും ഈ എവിടെയെങ്കിലും ചില വിജയദശമി പരിപാടികളെ ആക്രമിച്ചുകൊണ്ട് ഒരു വർഗീയമായ ചേരിതിരിവും കലാപവും, ഇപ്പൊ ലഡാക്കിലൊക്കെ നടത്തിയതുപോലെ ഒരു കലാപം നടത്താൻ അവർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ സാംസ്കാരികമായ ഈ പൈതൃകത്തിന്റെ വേരറുക്കാനും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അടക്കം അതിൽ നിന്ന് വിഭജിച്ചു മാറ്റാനുമുള്ള ഒരു ശ്രമം കമ്മ്യൂണിസ്റ്റ് സർക്കാർ പ്രത്യേകമായും ആസൂത്രണം ചെയ്തിരിക്കുന്നു എന്നുള്ള സംശയവും ഉണ്ടാകുന്നു. അതുകൊണ്ടായിരിക്കണം വിദ്യാരംഭ ദിനത്തിൽ തന്നെ വിദ്യാർത്ഥികൾ മുഴുവൻ സ്കൂളിൽ വരണമെന്നും അധ്യാപകർ സ്കൂളിൽ വരണമെന്നും, അല്ലാതെ വിദ്യാർത്ഥികൾ 1000 കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുടെ വീട്ടിൽ ഈ സാധനം എത്തിക്കാൻ പറ്റില്ലല്ലോ. 1000 കുട്ടികളുടെ വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ ഒരു ഏതാനും അധ്യാപകർക്ക്. അപ്പൊ അവർ സ്കൂളിൽ വരണം. അവർ പൂജയെടുപ്പിന്റെ സ്ഥലത്ത് പോകരുത്, വിദ്യാരംഭ സ്ഥലത്ത് പോകരുത്, ഈ ആചാരങ്ങളിൽ അവർ ഉൾപ്പെടരുത് എന്നുള്ള ഒരു ഗുരുതരമായ അപകടകരമായ ഒരു കമ്മ്യൂണിസ്റ്റ് ഇടപെടൽ ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ രണ്ട് ഇടപെടലും കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദി മൗലികവാദ ഗ്രൂപ്പുകളും ചേർന്നിട്ട് വിദ്യാരംഭത്തെ തകർക്കാനുള്ള, വിജയദശമി സങ്കല്പത്തെ നശിപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചന. മറ്റൊന്ന്, ഈ ഒരു വർഗീയ കലാപം എങ്ങനെയെങ്കിലും സൃഷ്ടിച്ച് അതിനെ തുടർന്നൊരു പോലീസ് നടപടി ഉണ്ടാക്കി വർഗീയമായ ചേരിതിരിവുണ്ടാക്കാനുള്ള ഒരു ആസൂത്രണം. രണ്ടു തരത്തിലും കേരളത്തിലെ സമാധാന ജീവിതത്തെ കെടുത്തിക്കളയാനും നശിപ്പിക്കാനും സ്ഥിരമായ വർഗീയ ചേരിതിരിവ് നിലനിർത്താനും കമ്മ്യൂണിസ്റ്റ് സർക്കാരും പാർട്ടിയും ജിഹാദി സംഘടനകളും മതമൗലികവാദ സംഘടനകളും കൂടി ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ. നാളത്തെ ജിഹാദി ഗ്രൂപ്പുകളുടെ ഹർത്താൽ പ്രഖ്യാപനവും വിദ്യാരംഭ ദിനത്തിലെ പ്രസ്താവന വിതരണ പ്രഖ്യാപനവും
ഈ ഒരു ഗൂഢാലോചനയും തട്ടിപ്പും അതുകൂടാതെ മുഖ്യമന്ത്രിയുടെ ജാഗ്രത പാലിക്കണം എന്ന് മനഃപൂർവ്വം പറഞ്ഞുകൊണ്ട് സംഘർഷ ഭീതി ജനങ്ങളിൽ സൃഷ്ടിക്കാനുള്ള ഒരു ഗൂഢമായ ലക്ഷ്യവും ഇതിന്റെ പിന്നിലുണ്ടെന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. നാളത്തെ റൂട്ട് മാർച്ച് നടത്തുന്ന സ്ഥലങ്ങളിൽ റൂട്ട് മാർച്ചിൽ പങ്കെടുക്കാത്ത സാധാരണ ആൾക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജിഹാദി ഗ്രൂപ്പുകളുടെയോ അടിമകളാകാത്ത പോലീസുകാരും പ്രത്യേകം ശ്രദ്ധ കാണിച്ചില്ലെങ്കിൽ ഇവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഗൂഢാലോചന ജനങ്ങൾ തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ സംസ്കാരത്തെ ഇല്ലാതെയാക്കാനുള്ള ഈ ഒരു തന്ത്രം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ജിഹാദികൾ നാളെ നടത്തുന്ന ഹർത്താലിന്റെ മറയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സംഘർഷത്തെ കരുതിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ ഇത്തരം ഹീനമായ നടപടികളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ആ പാർട്ടിയിൽ തന്നെ സംസ്കാരവും വിവരവുമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രമിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.